മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ചൊവ്വാഴ്ച അവതരിപ്പിക്കുമ്പോൾ കേരളം പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിനായുള്ള പ്രത്യേക പാക്കേജാണ്. 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ബജറ്റിന് മുൻപ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. കിഫ്ബി പെൻഷൻ കമ്പനി വായ്പകൾക്ക് തുല്യമായ തുകയും ദേശീയപാത സ്ഥലം ഏറ്റെടുപ്പിന് ചെലവായ തുകയും വായ്പയെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറെ പ്രതീക്ഷയോടെയാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിനെ സംസ്ഥാന സർക്കാർ കാണുന്നത്. കൂട്ടുകക്ഷി മുന്നണി സർക്കാർ എന്ന നിലയിൽ സംസ്ഥാനങ്ങൾക്ക് നല്ല പരിഗണന കിട്ടുമെന്ന കണക്കൂട്ടലാണ് അതിന് കാരണം. പ്രീ ബജറ്റ് ചർച്ചയിലും ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിലും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിക്കാനായതിനാൽ മെച്ചപ്പെട്ട സമീപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ബീഹാർ, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ പ്രത്യേക പാക്കേജാണ് കേരളത്തിൻ്റെയും പ്രധാന ആവശ്യം. കേരളത്തിന് അർഹമായ തുക വലിയ തോതിൽ കിട്ടാനുണ്ട്. ആ തുക ആകെയും നമ്മൾ ചോദിച്ചില്ല. കഴിഞ്ഞ 2 വർഷക്കാലത്തെ 2022-23 23-24 കടപരിധി വെട്ടിക്കുറച്ചത് മാത്രം ഏകദേശം അത്രയും തുക വരും. കിഫ്ബി പെൻഷൻ കമ്പനി എന്നിവയ്ക്ക് വേണ്ടിയെടുത്ത വായ്പകളുടെ പേരിൽ ഈ വർഷവും അടുത്ത വർഷവും 5,710 കോടി രൂപ പൊതു കടപരിധിയിൽ നിന്ന് കുറവ് ചെയ്തിട്ടുണ്ട്. ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കലിന് 6,000 കോടി രൂപയും സംസ്ഥാനം ചിലവാക്കി. ഇവയ്ക്ക് തുല്യമായ തുക വായ്പയെടുക്കാൻ അനുവദിക്കണമെന്നതാണ് കേരളത്തിൻ്റെ മറ്റൊരാവശ്യം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 5,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് വേണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനം ചെലവഴിച്ച കേന്ദ്ര വിഹിതത്തിൻ്റെ കുടിശ്ശികയായ 3,686 കോടി രൂപ ലഭ്യമാക്കണം. ആശ, അംഗൻവാടി ഉൾപ്പെടെ വിവിധ സ്കീം തൊഴിലാളികളുടെയും പ്രവർത്തകരുടെയും ഓണറേറിയം കാലികമായി പരിഷ്കരിക്കണം. ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര ബജറ്റിൽ പ്രതിഫലിക്കുമെന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.